ആനത്താവളത്തിൽ മോഷണശ്രമം. ഒട്ടകപ്പക്ഷിയെ മോഷ്ടിക്കാനായാണ് 5 കിലോയുടെ അരിച്ചാക്കുമായി കള്ളന്മാർ ആനത്താവളത്തിലെത്തിയത്. ഇതിൽ നിന്ന് തന്നെ അവർ മണ്ടന്മാരാണെന്നുള്ള കാര്യത്തിൽ നമ്മൾക്ക് ഒരു സംശയവുമില്ല. ആനത്താവളത്തിലെ ജോലിക്കാരനായ ബേബിക്കുട്ടനും കാഴ്ച കാണാനെത്തിയ കുറച്ചു പേരും ചേർന്നിട്ടാണ് കള്ളന്മാരെ പിടികൂടിയത്. ഇൻചാർജ് ആയിരുന്ന ബേബിക്കുട്ടൻ സാർ നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. സാർ, എങ്ങനെയാണ് ഈ കള്ളന്മാരെ പിടികൂടിയത്? ഇവരെ പിടിച്ചതോ? അതൊന്നും പറയണ്ട, എല്ലാം ഞാൻ വ്യക്തമാക്കി തരാം. വാ നോക്കടാ. പറ്റിയ സ്ഥലത്ത് തന്നെയാണ് വന്നത്. പറ്റിയ സ്ഥലത്തൊക്കെ തന്നെ എത്തിയിരിക്കുന്നത്. നിന്റെ കറക്റ്റ് പ്ലാൻ പറ. കഴിഞ്ഞ ആഴ്ച പോയി ഇടി കൊണ്ട് എനിക്ക് ഇടിയൊന്നും കൊള്ളാൻ വയ്യ. അയ്യോ, അതേപോലെ ഇവിടെ ഇടിയൊന്നും കിട്ടത്തില്ല. ഈ സ്ഥലത്ത് നിങ്ങൾക്ക് അറിയാവോ? പ്ലാൻ കറക്റ്റ് വ്യക്തമായിട്ട് പറയാതെ ഞാൻ ഇതിനകത്ത് കയറത്തില്ല. ഇന്ന് വരെ എന്റെ പ്ലാൻ വല്ല പൊളിഞ്ഞിട്ടുണ്ടോ? പൊളിഞ്ഞത് കൊണ്ടാണ് പറഞ്ഞ വ്യക്തമായ പ്ലാൻ പറയാം. അങ്ങനെ പറ. ഈ പ്ലാൻ നല്ല സെറ്റപ്പ് പ്ലാനാണ്. എന്തിനാന്ന് പറയാ പ്ലാൻ? ഇവിടെ ഒട്ടകപ്പക്ഷി ഉണ്ട്. നമുക്ക് ഇതിനകത്ത് കയറി ആ ഒട്ടകപ്പക്ഷി എടുത്താൽ ഈ ക്രിസ്മസിന് ഫുൾ ഗ്രില്ലിച്ചക്കം ചെയ്തൂടെ? അതൊക്കെ നടക്കൂടാ. പിന്നെ നടക്കാതെ പിന്നെ ഇതിനകത്തുള്ള ആൾക്കാരെ ചില്ലറി പോക്കറ്റൊക്കെ അടിച്ചാൽ കയ്യിൽ ചില്ലറ തടയും. അത് ഒരു കാര്യം. ഇതിനകത്ത് കയറുന്നതിന് ടിക്കറ്റ് ഒക്കെ എടുക്കണോടാ. ടിക്കറ്റാ? നിങ്ങൾ വന്നാണ് ആര് പറഞ്ഞു ടിക്കറ്റ് എടുക്കണമെന്ന്? അയ്യോ, അതിലേ പോകരുത്. വാ. തറവാട്ടിൽ പോണു. പഠിച്ച സമയത്ത് ഞാൻ എടുത്തിട്ടില്ല. പിന്നെയാണ് കളിക്കുന്നത്. അണ്ണാ, നമുക്ക് ഇവനെ വാരിട്ട് ഇടിച്ചല്ല. പിന്നെ ഇവിടുന്ന് പോട്ടെ. ടിക്കറ്റ് പുറത്ത് വെച്ചോണ്ടിരിക്കുന്നു. എവിടെ പോകണ നിങ്ങൾ? മതിൽ ചാടാൻ. മയിലാടാനാ? മയിലാടാനല്ല, മതിൽ ചാടാൻ. ഓ, അങ്ങനെ. കൊച്ചുങ്ങളെ തട്ടിക്കൊണ്ട് പോയാലോ? ഒന്നിനെ തട്ടിക്കൊണ്ട് പോയ പടം നിനക്ക് മറന്നില്ലേ? നമ്മളെന്തിനിങ്ങനെ കുടിയിരിക്കും? നമുക്ക് എത്തുമല്ലേ? അന്നാ ഇവിടെ നിറച്ച് കുട്ടികളാണല്ലേ. കൊച്ചിനെ തട്ടിക്കൊണ്ട് പോയാലാ പോലീസ് പിടിക്കൂല്ലേ? 3 കോടി രൂപ കടമുണ്ടെന്ന് പറയണം. അപ്പൊ പോലീസ് വെറുതെ വിട്ടില്ലേ? പിന്നെ ഇതിനെ പിടിച്ചാൽ പിന്നെ പോലീസ് പിടിക്കത്തില്ലേ? എന്തായാലും വേണ്ടില്ല, ചാടണ. പണ്ടാരെ എന്തൊരു മതിലടെ ഇവിടെ കെട്ടി വെച്ചാൽ വീട് നിനക്ക് എടുത്ത് ചാടി പോലെ നിനക്ക്. അപ്പൊ എനിക്ക് പ്രത്യേക ഒരു ഉന്മേഷം കിട്ടും. കിട്ടും. അണ്ണാ, ഈ സ്ഥലമൊക്കെ ഒന്ന് നോക്ക്. സ്ഥലം പേടിക്കാൻ പാടാ നീ. അതല്ല, പിന്നെ ഈ ചുറ്റുപാടും നോക്കി നമുക്ക് പ്ലാൻ ചെയ്യണ്ടേ? പിന്നെ ഇതൊക്കെ പരാജയമാണല്ലേടാ. അങ്ങനെയൊന്നുമില്ല അണ്ണാ. ഈ ഒട്ടകപ്പക്ഷി എങ്ങനെ കൊണ്ടുപോകും? നീ കൊണ്ടുവന്നില്ലേ പാത്രം? പാത്രമൊന്നുമില്ല, ഈ സജ്ജിയുണ്ട്. ഇതിനകത്ത് കൊള്ളുമോ? ഇത് റേഷൻ കടയിൽ അരി പിടിക്കുന്ന സജ്ജിയില്ലേ, ഇതിൽ കൊള്ളത്തില്ല. ഇതൊക്കെ മതിയല്ലേ? ഇതിനകത്ത് നമുക്ക് എങ്ങനെയെങ്കിലും കയറ്റിക്കൊണ്ട് പോകും. തല മാത്രം കൊണ്ടുപോയാൽ മതിയാ. എല്ലാം കൂടെ കൊണ്ടുപോകണ്ടേ നമുക്ക്? എനിക്ക് നിങ്ങൾക്ക് കൊടുക്കാമായിരുന്നല്ലേ? ഓറഞ്ച് ചെയ്യുന്നടാ. ഓറഞ്ച് വെച്ച് ഓറഞ്ച് വെച്ച് തിന്നിട്ട് തുടങ്ങാം. എപ്പോഴും നിനക്ക് എന്തെങ്കിലും തിന്നാ മതിയല്ലേ? എനിക്ക് വിശക്കുന്നു. ഒട്ടകപ്പക്ഷിയുള്ള സ്ഥലത്തോട്ട് പോവാം. നമ്മുടെ കല്യാണക്കാര്യം വീട്ടിൽ പറയണ്ടേ? പറയണം, പക്ഷേ കുറച്ച് കഴിഞ്ഞ് പറഞ്ഞാൽ പോരെ. ഇപ്പൊ അച്ഛനാണെന്നുണ്ടെങ്കിൽ കല്യാണാലോചനയൊക്കെ കൊണ്ടുവരുന്നുണ്ട് കുറെ മണോണാൻസന്മാര്. പക്ഷെ എനിക്ക് അവരാരും ഇഷ്ടമല്ല. എനിക്ക് ചേട്ടനല്ലേ ഇഷ്ടം. അതെനിക്ക് അറിഞ്ഞൂടെ. അതല്ലേ നമ്മൾ ഇന്ന് കറങ്ങാനായിട്ട് ഇവിടെ ആനത്താവളത്തിൽ തന്നെ വന്നത്. ഇവിടെ ആകുമ്പോൾ നമുക്ക് ഫ്രീ ആയിട്ട്, കണ്ടില്ലേ, ആരുടെയും ശല്യമില്ലാതെ നമുക്ക് ഇങ്ങനെ സ്വസ്ഥമായിട്ട് നടന്ന് കണ്ട് സംസാരിക്കാൻ വൈകിട്ട്. വിശക്കുന്നുണ്ട് ചേട്ടാ. രാവിലെ തന്നെ വിശക്കുന്ന നമുക്ക് ഉച്ചയായിട്ട് കഴിച്ചാൽ പോരെ? ഇപ്പോഴേ കഴിക്കണം. എനിക്കിപ്പോ തന്നെ വിശക്കണം. ഇവിടെ ഭയങ്കര പൈസയാണല്ലോ റെസ്റ്റോറൻറ്റ് കൊണ്ടുവരണം. എങ്കിൽ നമുക്കിപ്പം പോയി വല്ല ചായയോ കാപ്പിയോ കുടിച്ചിട്ട് വരാം. എന്തെങ്കിലും കഴിക്കാൻ എങ്കിൽ ബാ പോവാം. നമുക്ക് അവിടെയാണ് റെസ്റ്റോറൻറ്റ്. ചേട്ടാ, ഒരു കോള് വരുന്നുണ്ട്, ഞാൻ സംസാരിച്ചിട്ടാണ്. ചേട്ടൻ അങ്ങോട്ട് പോക്കെ. ശരി. ഹലോ, നീ എവിടാ? ഞാനിവിടെ കഫ്റ്റീരിയയുടെ അടുത്തുണ്ട്. കഫേയില്ല? അതെവിടാ? അവിടുന്ന് അവിടെ റൈറ്റ് സൈഡ്. അവിടെ തന്നെ, അവിടെ വാഷ്റൂമിനടുത്ത്. ശരി, ഞാൻ അങ്ങോട്ട് വരാന്ന്. ഫുള്ള് വിഷയമാണല്ലേ. എന്നെക്കാളും നേരത്തെ ഇവിടെ കഫറ്റേരിയ എവിടെ? സൂപ്പർ, അടിപൊളി. കഫറ്റേരിയ കഫറ്റേരിയ ചായ കുടിക്കുന്ന നല്ല എവിടെ? ചായ കുടിക്കാലോ? അത് എവിടെയുണ്ട്? പിന്നെ ഈ ഒട്ടകപ്പക്ഷി എവിടെ കാണും? ഒട്ടകപ്പക്ഷി സൂലല്ല, ഇവിടെ കാണുമെന്ന് പറഞ്ഞു. എനിക്കറിയത്തില്ല, ഞാൻ ആദ്യമായിട്ട് അവിടെ
പിന്നെ എന്തിനാണ് നിങ്ങൾ നടക്കുന്നത്? നമുക്കും പോയാലാടാ കഫ്തേരിയയിൽ. കൊച്ചണ്ണ വാ വാ, ഇത് തട്ടിക്കൊണ്ടു ഇത് ഞാൻ നിന്റെ അടുത്ത് കൊണ്ടുവന്നല്ലേ, നോക്കി വയ്ക്കട്ടെ കൊച്ചിനെ. ചീറ്റിപ്പോയി. അവ ചീത്ത വിളിക്കാത്ത ഭാഗ്യം. ഓ കിട്ടിയാൽ നല്ലായിരുന്നു, നല്ല കൊച്ചില്ലേ. ആഞ്ജനേയ, ഇന്നത്തെ കച്ചവടം മിന്നിച്ചേക്കണേ. ഉടായ്പ കേസുകളെന്ന് വന്ന് ചാടല്ലേ ദൈവമേ. ചേട്ടാ അതെ, എൻ്റെ ഞാൻ കെട്ടാൻ പോണ പെണ്ണാണ്. അതാ ഓ അത് നല്ല പാർട്ടി. അതല്ല സംഭവം, അവളെ ഇവിടെ കഴിക്കാനായിട്ട് വന്നേണ്. അവൾ ഇവിടെ വന്നിട്ട് തിന്നാൻ എന്ത് ചോദിച്ചാലും ചേട്ടൻ ഇല്ലെന്ന് പറഞ്ഞു. അത് ഞാൻ പറയൂല. അതെന്ത്? ഇവിടെ എല്ലാം ഉണ്ട്. ചേട്ടാ ഒന്ന് ഹെൽപ്പ് ചെയ്യണം, എൻ്റെ പൈസയൊന്നുമില്ല. രാവിലെ തൊട്ട് ഓരോന്നും വേണമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഈ ആനത്താവളം തന്നെ അവൾക്ക് എഴുതി കൊടുക്കേണ്ടി വരും. അയ്യോ. ഹെൽപ്പ് ചെയ്യണം. അത് പറ്റൂല, ഞാനാണ് ഇവിടത്തെ എല്ലാം. എന്റെ എത്തിക്സിന് വിരുദ്ധമാണ്. എത്തിങ്സ് ഞാനൊരു കാര്യം ചെയ്യാം. എത്തിങ്സിന് എന്തെങ്കിലും ഇതൊന്ന് വെച്ചിട്ടൊന്ന് എത്തിങ്സ് കുറച്ചുകൂടെ എത്തിക്സ്, കുറച്ചുകൂടെ ഇത് ഇത്ര എത്തിങ്സ് ഓക്കെ ഓക്കെ. അവളല്ലേ ഇണങ്ങി പോട്ടെ. ഞാൻ ഏറ്റ്. അതെ, ഞാൻ അവിടെ ചോദിച്ചു. അപ്പോൾ അവിടെ ഒന്നും ആയിട്ടില്ലെന്നാണ് പറയുന്നത്. അപ്പം നമുക്കൊരു കാര്യം ചെയ്യാം. അവിടെ ചിക്കൻ 65 ഒരു 15 മിനിറ്റ് കൂടെ ആവും. എല്ലാം ഫുഡൊക്കെ ലേറ്റ് ആവുമെന്നാണ് പറഞ്ഞത്. അല്ലെങ്കിൽ വേണ്ട ചേട്ടാ, നമുക്കിപ്പോൾ കഴിക്കണ്ട. നമുക്ക് ഇവിടെ ചുറ്റിക്കറങ്ങില്ല. ചേട്ടൻ പറഞ്ഞാൽ ഉച്ചയ്ക്ക് കഴിക്കാം. ഉച്ചയ്ക്ക് കഴിക്കാം. നേരൊക്കെ പൈസയും കൊടുത്ത്. ചേട്ടൻ എന്താ ഇരിക്കും, ഞാൻ ഒന്ന് വാഷ്റൂം പോയിട്ട് വരാവേ. അപ്പം ഞാൻ പാർക്കിൻ്റെ അവിടെ വെയിറ്റ് ചെയ്യാം. ഓക്കെ ഓക്കെ. പൈസ തിരിച്ചു ചോദിച്ചാലോ? ഞാൻ എവിടെയോ എവിടെ 2 ദിവസം മുമ്പ് മിണ്ടാണ്ടിരുന്നാ മതി കേട്ടോ. എന്താ? ഇവിടുത്തെ ആളാണല്ലേ? ആ, ഞാൻ ഇവിടുത്തെ ഇൻചാർജാണ്. മാനേജർ ഉണ്ടോ? മാനേജറും ഞാൻ തന്നെയാണ് ഇപ്പോ. MD? ഞാൻ കുറഞ്ഞ MD ആയിട്ട് സംസാരിക്കാറുള്ളൂ. എല്ലാം ഞാൻ തന്നെ. പറയൂ, എന്താ പ്രശ്നം? എന്താ? 2 ദിവസമായി. 2 ദിവസമായി. വല്ലതും കഴിച്ചിട്ട് കഴിക്കാൻ ഫ്രീ ആയിട്ട് തരൂ, വിശന്നിട്ടാ. കണ്ടാ ദുബൈന്നാ കണ്ട് ലാൻഡ് ചെയ്ത ലക്ഷണം ഉണ്ടല്ലേ. ചത്ത് കിടന്നാലും ചമഞ്ഞ കിടക്കണമെന്നാണല്ലോ. ഇപ്പൊ ചമയിക്കാം. പോയി ആനക്ക് പട്ടോട്ടെ കൊടാ. പട്ടന്റെ പട്ടി വെട്ടും. പണിക്ക് പോയി ജീവിക്കാനാണ് തണ്ടിരിക്കാൻ ചോദിക്കൂ. ഓരോന്ന് രാവിലെ കെട്ടും പൊളിച്ച് ഒന്നേക്കും. ആഞ്ജനേയ, ഇനിയിപ്പോ ഇത് ആരെടുത്താ ചോദിക്കുന്നത്? ഹലോ, ഇത് മറ്റേ പറക്കുന്ന ചിറകുള്ള ബ്യൂട്ടിഫുൾ. അതെവിടെ ബ്യൂട്ടിഫുൾ? Animals. കിട്ടിടാ. I love animals. I love animals. അയിലേടാ അനിമൽസാ? ഐ ലവ് യു എന്നാണോ പറഞ്ഞത്? ഞാൻ പറഞ്ഞുതരാം. ഞാൻ പറഞ്ഞു തന്നാ മതിയോ? എനിക്ക് തോന്നുന്നു. ഒന്നും പറയണ്ട. ആഹാരം പിടിച്ചു. ആഹാരം പിടിച്ചെന്നാ പറഞ്ഞു. അന്ന ഉണ്ടെങ്കിൽ ഞങ്ങൾ ഈ പണിക്ക് ഇറങ്ങുമോ? വേടാ നീ ഇറങ്ങി നിന്നെ 2 ദോശയെങ്കിലും പിടിച്ചു തരൂ. പിള്ളേരൊക്കെ നിറയെ വന്നിട്ടുണ്ട്. എന്താ കച്ചവടം പൊളിക്കും. ഐസ്ക്രീം കുറെ കൂടെ ഇറക്കി വെക്കാം മാമ കേട്ടാ. എല്ലാരും അങ്ങ് വരണേ. അയ്യേ, കുണ്ടമാനടാ. ഈ ടൈപ്പാ. ഇവന്മാരെ പിന്തുടർന്ന തിന്ന എന്തെങ്കിലും കിട്ടും. ഇവന്മാരെ പുറകെ തന്നെ പോവാ. നിങ്ങൾ ഓടി കാണുന്നില്ല. കിട്ടിയെങ്കിൽ എന്താ ഇതെപ്പോ എടുത്തത്? അതൊക്കെ എടുത്ത് എങ്കിൽ കുഴപ്പമില്ല. രസിക്ക് അടിയായിരുന്നു. ഇയാളെ ട്രെയിൻ ടിക്കറ്റ് ഒക്കെ ഉള്ള കുളത്തൂപ്പുഴ. വേറെന്തൊരു കട്ടിക്ക് വല്ലതും ഉണ്ടോ? കട്ടിക്കൊരു തുണ്ട് കിട്ടി. ഉണ്ടോ? വായിച്ചേ. ഈ നോട്ടീസ് കൈ കിട്ടിയാൽ ഉടൻ തന്നെ ഇത് നിങ്ങൾ 100 പേർക്ക് ഇതുപോലെ പ്രിന്റ് എടുത്ത് കൊടുക്കണം. ഇല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നാശങ്ങൾ സംഭവിക്കും. ഇത് വിഘ്നേശ്വരന്റെ വിഘ്നമാണ്. ദാണ്ടാ വിഘ്നേശ്വരന്റെ ഒപ്പ് വിഘ്നോ. ഇങ്ങനെ ചെയ്ത് നിങ്ങൾ 100 പേർക്ക് കൊടുത്തില്ലെന്നുണ്ടെങ്കിൽ നീ വരടാ. ആദ്യത്തെ അക്ഷരം കിട്ടുന്നില്ലടാ. അയ്യോ, എനിക്ക് വായിക്കാറില്ല, കേൾക്കാനല്ലേ അറിയൂ. ദാണ്ടാ സർവോപരി നിങ്ങൾക്ക് നാശനഷ്ടമുണ്ടാവും. നിങ്ങൾ പോണ പോക്കിന് വാഹനങ്ങൾ നിങ്ങളുടെ നെഞ്ചത്തുകൂടെ കയറും. എന്നാടാ കൂമ കൊത്ത് താടാ ഇട്ട് വെച്ചിരിക്കുന്നു. അയ്യോ, ഇതിന് 100 പേർക്ക് അടിച്ചു കൊടുക്കണോടാ. ഞാൻ രക്ഷപ്പെട്ട്. നീ രക്ഷപ്പെട്ടെന്നാ? അത് താഴെ വേറെ 2 വരിയും കൂടെ ഉണ്ട്. ഇത് നിങ്ങൾ ആരൊക്കെയാണോ പങ്കിട്ട് എടുത്തിട്ടുള്ളത് അവർക്ക് നാശം ഉണ്ടെന്നതാ.
എവിടെയും പണിയാ ഞാൻ വായിച്ചില്ലല്ലോ. ഇനി ഞാൻ എങ്ങനെയാടാ 100 പേർക്ക് അടിച്ചു കൊടുക്കും? അടിച്ചു കോടാക്കോട്ട് ഭാഗ്യം. ദൈവകോപം ഉണ്ടാവുന്നു. അയ്യോ എടുക്കുന്നത് ഞാൻ കണ്ട്. ദൈവം പ്രത്യക്ഷപ്പെട്ടു. എന്റെ അമ്മച്ചിയാണ് ഞാൻ വെച്ചല്ലേ. നീയാ നിനക്ക് വേറെ ചുരപ്പില്ലടാ. നീ രാവിലെ തൊട്ട് കിടന്ന് കറങ്ങുന്നുണ്ടല്ലോ. എടുക്കുന്നത് ഞാൻ കണ്ടു. ഇനിയെങ്കിലും കഴിക്കാൻ എന്തെങ്കിലും മേടിച്ച് തന്നൂടി. ഇവിടെ മനുഷ്യൻ പട്ടിണി കിടക്കുന്നത് എന്നിട്ടാണ് ഇവന് മേടിച്ചു കൊടുക്കുക. 500 രൂപയെങ്കിലും ഇത് കാണാതിരിക്കുമോ? 500 രൂപ ഇതാ, ഇത് ഇത് വെച്ചോ. ഈ പേഴ്സ് നീ വെച്ചോ. വെച്ചോ. ഈ നോട്ടീസ് 100 പേരൊക്കെ അടിച്ചു കൊടുത്തില്ലെങ്കിൽ പോണ വഴിക്ക് നിങ്ങൾ വണ്ടി ഇടിച്ച് തല ചതഞ്ഞ് ചാവും. ഇവിടെ 10 രൂപ ചായ കുടിക്കാല്ല തെണ്ടി മാനേജർ ചതിച്ച്. ഒരു 50 പൈസ അമ്പലത്തിൽ തരാൻ പോലും ഇല്ലല്ലോ. പേഴ്സ് പോപ്പ് എനിക്കൊന്നും വേണ്ട.